മലയാളികളുടെ പൂക്കളങ്ങളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും പടിയിറങ്ങിപ്പോകുന്ന തുമ്പപ്പൂക്കൾ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോഴിക്കോട് ഓർക്കാട്ടേരിയിലെ ഫോട്ടോഗ്രാഫറും ജൈവ കർഷകനുമായ കുനിയിൽ ശിവദാസൻ. ഓണപ്പൂക്കളത്തിന് ഒഴിച്ചുകൂടാനാവാത്ത തുമ്പപ്പൂവ് സ്വന്തം വീട്ടുപറമ്പിൽ കൃഷി ചെയ്ത് നാട്ടുകാർക്ക് സൗജന്യമായി നൽകുകയാണ് ഏറാമല സ്വദേശിയായ ഇദ്ദേഹം. പരീക്ഷണാർത്ഥം 300ഓളം തുമ്പച്ചെടികളാണ് ശിവദാസൻ നട്ടുനനച്ച് പരിപാലിച്ചത്. അത്തം മുതൽ പൂവിടാൻ പാകത്തിൽ ഇവയെല്ലാം വിരിഞ്ഞു. ഇതോടെ കൂടുതൽ നാടൻ പൂക്കൾ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിയും ശിവദാസന്റെ തോട്ടത്തിൽ വിരിഞ്ഞു നിൽപ്പുണ്ട്. പൂക്കള മത്സരത്തിന് വിധികർത്താവായി പോകുന്നയാളാണ് ശിവദാസൻ. മിക്കയിടങ്ങളിലും പൂക്കളങ്ങളിൽ നിറയുന്നത് അന്യസംസ്ഥാന പൂക്കളാണ്. മനോഹരമായി കളമൊരുക്കുന്നവർക്കും നാടൻ പൂക്കൾ ഇല്ലാത്തത് കാരണം സമ്മാനങ്ങൾ നഷ്ടപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നാടൻ പൂക്കളുടെ ലഭ്യത കുറവാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് തുമ്പപ്പൂ കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. തുമ്പപ്പൂ ആവശ്യമുള്ളവർക്ക് സൗജന്യമായി തന്റെ തോട്ടത്തിൽ നിന്നും ശേഖരിക്കാമെന്നും ശിവദാസൻ പറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓണത്തിന് ജഡ്ജസുമായിട്ട് പോകുന്ന അവസരത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് നാടൻ പൂക്കളുടെ അഭാവം. പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള പൂക്കളങ്ങളാണ് നമ്മൾ പൂക്കളമായി കാണുന്നത്. ഇത് മാറേണ്ട ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മുൻ വർഷങ്ങളിലൊക്കെ ഒരു 20 വർഷം മുമ്പൊക്കെ നമ്മുടെ പൂക്കളം എന്ന് പറയുന്നത് 1-ാം ദിനം മുതൽ 10-ാം ദിനം വരെയുള്ള ദിവസങ്ങളിൽ തുമ്പപ്പൂ, കാക്കപ്പൂ പോലെയുള്ള പൂക്കളാണ് പൂക്കളങ്ങളിൽ ഒരുക്കാറ്. അത് കുറേ വർഷങ്ങളായി തീരെ കാണാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെ ചിന്തയുമായി ഞാൻ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കാവുന്ന വിത്തുകൾ ശേഖരിച്ചുകൊണ്ട് എൻ്റെ വീടിനടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ ഈ വിത്ത് വിതറിക്കൊണ്ടാണ് ഈ തുമ്പപ്പൂ പാടം ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. ഓണം എത്തിയതോടെ അന്യസംസ്ഥാനങ്ങളിലെ പൂക്കൾ കളങ്ങളിൽ നിറയുകയാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ലഭ്യമാണെങ്കിലും തുമ്പപ്പൂ, മുക്കുറ്റി, കാക്കപ്പൂ തുടങ്ങിയവയെല്ലാം കളങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നുമുണ്ട്. തന്നെ കൊണ്ട് ആവുന്ന വിധം ഇതിനൊരു പരിഹാരം തേടാൻ ശ്രമിക്കുകയാണ് ശിവദാസൻ. പൂക്കൾക്ക് പുറമെ നിലക്കടല, നെല്ല്, വിവിധയിനം പച്ചക്കറികൾ തുടങ്ങിയവയെല്ലാം ജോലി തിരക്കിനിടയിൽ സമയം കണ്ടെത്തി ശിവദാസൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ പശുക്കളെയും വളർത്തുന്നുണ്ട്. സഹായത്തിന് അമ്മ ചീരുവും ഭാര്യ പ്രീതയും മക്കളായ നന്ദന, നികേത് ശിവ എന്നിവരുമുണ്ട്. വരും നാളിൽ കൂടുതൽ തുമ്പപ്പൂ കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം. ദൂരദർശൻ, കോഴിക്കോട്.